ഉറങ്ങണം, ആഹാരം കഴിക്കണം. ഇങ്ങനെ ഒരു യാചകനെ പോലൊരു വീടിൻ്റെ വാതിലി മുട്ടി. അതൊരു ഗ്രീക്ക് പുരോഹിതൻ്റെ വീടായിരുന്നു, ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ ഒരു വൈദികൻ്റെ വീടായിരുന്നു. ഞാൻ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്ന ആളാണ്, എനിക്കൊരു ഇടം തരാമോ എന്നൊക്കെ ചോദിച്ചു. വന്നോളാൻ പറഞ്ഞു, അകത്തിരുന്നോളാൻ പറഞ്ഞു, വിശ്രമിക്കാൻ ഒരിടം കൊടുത്തു, ആഹാരം കൊടുത്തു. അന്നേരം ഈ സാക്കീസ് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു മനുഷ്യരുടെ മുഖത്തൊരു സന്തോഷമില്ല വീട്ടിൽ. ഇയാൾ വിചാരിച്ചു ഇനി ഞാൻ വന്ന ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അച്ഛൻ പിന്നെയും കുഴപ്പമില്ല, അച്ഛൻ എന്തൊക്കെയോ കുടിക്കാനെങ്കിലും തന്നു, മുറി തന്നു. വീട്ടിലെ പെണ്ണുങ്ങൾക്കൊന്നും ഒരു മുഖത്തൊരു തെളിച്ചില്ല, എല്ലാവർക്കും ഒരു സങ്കടമാണ്. അതൊന്നും കാര്യമാക്കാതെ കൊടുത്ത ആഹാരവും കഴിച്ച് ഇയാൾ രാത്രി ഉറങ്ങി. പിറ്റേന്ന് രാവിലെ ഇയാൾ ഇറങ്ങാൻ നേരത്ത് ഇയാൾക്ക് വഴിക്ക് ആവശ്യമുള്ള ആഹാരവും പൊതിഞ്ഞു കൊടുത്തിട്ടാണ് ഈ അച്ഛൻ വിട്ടെ. തിരിച്ച് ആ വീടിറങ്ങി ആ നാട്ടിലെ ഒരു കവലെ ചെന്ന് തിരക്കുമ്പോഴാണ് അറിയുന്നത്, ഇവൻ ഈ അഭയം ചോദിച്ച് ചെല്ലുന്ന ദിവസം രാവിലെ ഈ അച്ഛൻ്റെ മൂത്ത മകൻ മരിച്ച ദിവസമാണ്. ഇത് കഥയൊന്നുമല്ല കേട്ടോ, അയാളുടെ അനുഭവത്തിൽ അയാൾ എഴുതി